നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP MR അജിത് കുമാറിനെതിരായ ഹർജിയിൽ റിപ്പോർട്ട് ഹാജരാക്കാൻ 45 ദിവസത്തെ സമയമാണ് വിജിലൻസ് ചോദിച്ചത്. അന്വേഷണം പൂർത്തിയായില്ലെന്നും വിജിലൻസ് അറിയിച്ചു. മെയ് 6-ന് കേസ് വീണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി പരിഗണിക്കും. റിപ്പോർട്ട് എന്തുകൊണ്ട് വൈകുന്നുവെന്ന് കോടതി ചോദിച്ചു. സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നായിരുന്നു വിജിലൻസിന്റെ മറുപടി. അതേസമയം അന്വേഷണം പൂർത്തിയാക്കി നൽകിയ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്ത സർക്കാരിന് നൽകിയെന്നാണ് വിവരങ്ങൾ. ആഭ്യന്തര വകുപ്പിലെ ഉന്നതർക്കും അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുന്നതിൽ താൽപ്പര്യമില്ല. മുഖ്യമന്ത്രിക്കും ഭരണ നേതൃത്വത്തിനും ഇക്കാര്യത്തിലുള്ള താൽപ്പര്യം ഉദ്യോഗസ്ഥർക്കില്ലാത്തതിനാൽ തൽക്കാലം ഒന്നും നടക്കാൻ പോകുന്നില്ല. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ പങ്കുപറ്റൽ, അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ വിവിധ ആരോപണങ്ങളിലാണ് അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണം. ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് ലഭിച്ചാൽ അജിത് കുമാറിന് DGP ആയിട്ടുള്ള സ്ഥാനക്കയറ്റത്തിന് തടസ്സങ്ങൾ മാറും. PV അൻവർ MLA-യുടെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. PV അൻവറിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിക്കുമ്പോൾ തന്നെ CPM-ന്റെയും പിണറായിയുടെയും നിലപാട് വ്യക്തമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരമൊരു താൽപ്പര്യം ദൃശ്യമായിരുന്നില്ല. അജിത് കുമാറിനെതിരെ അൻവർ രംഗത്ത് വന്നത് വലിയൊരു ആശ്വാസമായാണ് പലരും കണ്ടത്. അൻവറിന്റെ ആക്ഷേപങ്ങൾ കേട്ടപ്പോൾ തന്നെ അജിത് കുമാറിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചിരുന്നു. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അജിത് കുമാറിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ ഒന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. കുറവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേടില്ലെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അജിത്തിനെതിരെ തെളിവുണ്ടാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടത്തിയത്. എന്നാൽ അവയെല്ലാം പാഴായതോടെയാണ് അദ്ദേഹത്തെ നിരപരാധിയാക്കി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്. അതും സർക്കാർ തലത്തിൽ നിന്നുള്ള അതിശക്തമായ സമ്മർദ്ദമുണ്ടായതിനെ തുടർന്നാണ്. ADGP MR അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. സ്ക്രീനിംഗ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്തു. ഇതിലും വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ തീരുമാനമായതിനാൽ അത് നടന്നു. കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിന് മലപ്പുറം SP സുജിത് ദാസ് ഒത്താശ ചെയ്തെന്നും ഇതിന്റെ വിഹിതം അജിത് കുമാറിന് ലഭിച്ചെന്നുമായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തി. കവടിയാറിലെ ആഡംബര വീട് പണിതതിൽ ക്രമക്കേട് എന്നതായിരുന്നു രണ്ടാമത്തെ ആരോപണം. എന്നാൽ ആരോപണത്തിൽ ഉന്നയിച്ചതിന്റെ പകുതിയിൽ താഴെ വിസ്തീർണത്തിലാണ് വീട് നിർമ്മാണമെന്ന് തെളിഞ്ഞു. വീട് നിർമ്മാണത്തിനായി SBI-യിൽ നിന്ന് 1.5 കോടി വായ്പ എടുത്തിട്ടുണ്ടെന്നും കണ്ടെത്തി. കുറവൻകോണത്ത് ഫ്ളാറ്റ് വാങ്ങി 10 ദിവസത്തിനുള്ളിൽ ഇരട്ടി വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നായിരുന്നു മറ്റൊരാരോപണം. സ്വാഭാവികമായ വില വർധനയാണെന്നും വിൽപ്പനയിൽ ക്രമക്കേടില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. അടുത്ത പോലീസ് മേധാവിയെ കണ്ടെത്താൻ സർക്കാർ പരിഗണിക്കുന്ന പട്ടികയിൽ MR അജിത് കുമാറിന്റെ പേരുണ്ട്. അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിയാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അവരാണ് അദ്ദേഹത്തെ വകവരുത്താൻ ശ്രമിക്കുന്നത് എന്നാണ് ആരോപണം. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്ന ADGP MR അജിത് കുമാറിനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കുരുക്കുകയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം വാദിക്കുന്നത്. വിജിലൻസ് SP ആയ തന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്റെ മുന്നിലിരുന്ന് അജിത് കുമാർ വിയർത്തത് 6 മണിക്കൂറാണ്. തനിക്ക് വേണ്ടി വിജിലൻസ് ഡയറക്ടറോട് സംസാരിക്കണമെന്ന അജിത്തിന്റെ ആവശ്യം നിറവേറ്റാൻ പോലും കഴിയാത്ത തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അശക്തനായിരുന്നു. അജിത് കുമാറിനെ കണ്ടാൽ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയിലാണ് പല ഉയർന്ന ഉദ്യോഗസ്ഥരും. അജിത് കുമാറിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ പറയുന്നത്. മുഖ്യമന്ത്രി കൈവിട്ടതോടെ മതമൗലികവാദികളുടെ തലയിൽ ആരോപണങ്ങളെല്ലാം ചാരിയിരിക്കുകയാണ് അജിത് കുമാർ. മുഖ്യമന്ത്രിയെ കൂടി പ്രതിസന്ധിയിലാക്കിക്കൊണ്ടായിരുന്നു അജിത് കുമാറിന്റെ നീക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് അജിത് കുമാറിനെ 6 മണിക്കൂർ വിജിലൻസ് ചോദ്യം ചെയ്തത്. വിജിലൻസ് SP KL ജോണിക്കുട്ടി, DYSP ഷിബു പാപ്പച്ചൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. ഒരു SP-ക്ക് മുന്നിൽ അജിത് കുമാർ ഇരുന്നത് തീർത്തും നിരാശയും നിരാലംബനുമായാണ് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. PV അൻവർ നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം നടന്നത്. തന്റെ വാദം തെളിയിക്കാനുള്ള രേഖകൾ അജിത് കുമാർ കൈമാറി. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടാൽ അജിത് കുമാറിനെതിരെ FIR രജിസ്റ്റർ ചെയ്യും. എന്നാൽ പരാതിയിൽ കഴമ്പില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് നടന്നു കയറിയ ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിലാണ്. RSS നേതാക്കളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ച വിവാദം കത്തിനിൽക്കുമ്പോഴാണ് അനധികൃത സ്വത്ത് സമ്പാദനം ഉൾപ്പെടെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച ആരോപണങ്ങൾ MR അജിത് കുമാറിന് നേരെ ഉയർന്നത്. മലപ്പുറം മുൻ
SP സുജിത് ദാസ്, മലപ്പുറത്തെ ഡാൻസ് ഓഫ് ടീം എന്നിവരും അന്വേഷണ പരിധിയിലുണ്ട്. കവടിയാറിൽ ആഡംബര ബംഗ്ലാവ് നിർമ്മാണം, കുറവൻകോണത്ത് ചട്ടങ്ങൾ ലംഘിച്ച് ഫ്ളാറ്റ് വാങ്ങൽ, മലപ്പുറം SP വസതിയിലെ മരം മുറിച്ച് കടത്തൽ, കള്ളക്കടത്ത് സ്വർണം മുക്കി എന്നിവയായിരുന്നു പ്രധാന ആരോപണങ്ങൾ. PV അൻവറിന്റെയും സാക്ഷികളുടെയും മൊഴിയെടുത്ത ശേഷമായിരുന്നു ADGP MR അജിത് കുമാറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തത്. പ്രത്യേക ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലായിരുന്നു അജിത് കുമാറിനുണ്ടായിരുന്നത്. വിജിലൻസ് അന്വേഷണം ഇല്ലാതാക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണം തടുക്കാനായില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇതാണ് മുഖ്യമന്ത്രിയുടെ അവസ്ഥ. പണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പോലീസിലെ ഉന്നതരുമായി സംസാരിച്ചിരുന്നത്. അന്ന് അജിത് കുമാർ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ലിങ്ക്. എന്നാൽ അജിത് കുമാർ പുറത്തായതോടെ മുഖ്യന്റെ ഓഫീസിന് പോലീസിൽ ചുക്കാൻ നഷ്ടമായി. P. ശശി ആരോപണ വിധേയനായതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പോലീസിനെ ബന്ധപ്പെടുന്നത് പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷാണ്. ഇത് ഔദ്യോഗിക ആശയവിനിമയത്തിനപ്പുറം കടക്കാറില്ല. ചുരുക്കം പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് കാര്യമായ യാതൊരു ഇടപെടലുകളും പോലീസിൽ നടത്താൻ കഴിയുന്നില്ല എന്നാണ് ആക്ഷേപം. ഔദ്യോഗിക സംസാരം എന്നതിന് കാര്യമാത്ര പ്രസക്തം എന്ന് പറയേണ്ടതില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീർത്താൽ തീരാത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അജിത് കുമാർ ഇതോടെ മുഖ്യമന്ത്രിയുമായി കലിപ്പിലായി എന്നാണ് വിവരങ്ങൾ. തന്നെ മുഖ്യമന്ത്രി സഹായിച്ചില്ലെന്ന ശക്തമായ ആക്ഷേപം അജിത് കുമാർ ഉന്നയിച്ചു അത്രേ. എന്നാൽ M. ശിവശങ്കർ അപകടത്തിലായതോടെ സംഭവിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അജിത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കുന്നത്. ശിവശങ്കറിൽ നിന്നും അജിത് ഒരു പാഠവും പഠിച്ചില്ല എന്നതാണ് ശരി. അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. അജിത്തിനെ പിണക്കാതെ നിർത്തുകയാണ് പിണറായിയുടെ തന്ത്രം. അതിനുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. തനിക്ക് മറ്റൊരു മാർഗവുമില്ല എന്ന് അജിത്തിനെ വിശ്വസിപ്പിച്ച ശേഷം ഊരണം. ഇതാണ് മുഖ്യന്റെ നീക്കം. ബഹളമൊന്ന് അടങ്ങിയ ശേഷം അധികം വൈകാതെ കസേര തിരികെ നൽകാമെന്നാണ് അജിത്തിന് നൽകിയ ഉറപ്പ്. പ്രതിസന്ധി ഉണ്ടാകാതെ സംരക്ഷിക്കുമെന്ന ഉറപ്പും പിണറായി അജിത്തിന് നൽകിയിട്ടുണ്ടത്രേ. എന്നാൽ ഈ വാക്കാണ് പൊളിഞ്ഞത്. തൽക്കാലം നാട്ടുകാരിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഉദ്ദേശം. ഇടതുമുന്നണി യോഗത്തിൽ CPI ഉൾപ്പെടെയുള്ള ഘടക കക്ഷികൾ അജിത് കുമാറിന്റെ RSS ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ദർവേഷ് സാഹിബ് നടത്തുന്ന അന്വേഷണം പൂർത്തിയാകട്ടെ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട്. ബിനോയ് വിശ്വത്തെ പോലൊരു നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിച്ചത്. അജിത് കുമാറും RSS നേതാവും നടത്തിയ കൂടിക്കാഴ്ചയിൽ തലശ്ശേരിയിലെ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ഉറ്റ ബന്ധുവും ഉൾപ്പെട്ടിരുന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകനായ ഹോട്ടൽ ഉടമയും മുഖ്യമന്ത്രിയുടെ ബന്ധുവും അജിത് കുമാറും RSS നേതാവിനെ കണ്ടെങ്കിൽ അതെങ്ങനെ സ്വകാര്യ സന്ദർശനമാകുമെന്നാണ് ചോദ്യം. 2023 ജൂൺ 2 സംഭവം. റാം മാധവും ADGPയും തമ്മിലുള്ള കൂടിക്കാഴ്ച 40 മിനിറ്റാണ് നീണ്ടുനിന്നത്. ഇക്കാര്യം അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അത് മുക്കിയെന്നാണ് അൻവറിന്റെ ആരോപണം. ഇക്കാര്യം RSS നേതാവ് ജയകുമാർ സ്ഥിരീകരിച്ചു. ഇതിന്റെ പേരിൽ എന്തിനാണ് തന്നെ വേട്ടയാടുന്നത് എന്നാണ് അജിത്തിന്റെ ചോദ്യം.